സംശുവാന് ഷിയാനിൽ നിന്നും പുറത്തു കടക്കാനാണ് അവൻ മയക്കുമരുന്ന് കഴിച്ച് അതിനടിമയായവനെ പോലെ അഭിനയിച്ചത്. ഇപ്പോഴവന് ഷിയാനിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടി. അതുകൊണ്ട് അവൻ മയക്കുമരുന്ന് കഴിക്കുന്നത് നിർത്തി. പക്ഷേ അവന്റെ ശരീരത്തിന് അത് താങ്ങാനായില്ല. ഒരു വിധത്തിലാണ് ഷ്യാവാവ് അവനെ സമാധാനിപ്പിച്ചത്. അടുത്ത ദിവസം രാവിലെയായി. സംശുവാൻ ഉണർന്നു നോക്കിയപ്പോൾ ഷ്യാവാവ് അവന്റെ അടുത്ത് തന്നെ ഇരുന്നുറങ്ങുന്നുണ്ട്. അവൻ കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. എന്നിട്ട് പതുക്കെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെക്കാൻ പോയി. ആ സമയത്ത് ഷ്യാവാവ് പെട്ടെന്ന് ഉറക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ, ഞാൻ ചേട്ടന്റെ ഒപ്പമുണ്ട്, അതെനിക്കറിയാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ തലയിൽ തലോടി. അവന്റെ ശബ്ദം കേട്ട് അവൾ ഉണർന്നു. അത് കണ്ട് അവൻ പെട്ടെന്ന് പഴയതുപോലെ തന്നെ കിടന്നു. ഉണർന്നയുടനെ തന്നെ ഷ്യാവാവ് അവനെ പരിശോധിച്ചു നോക്കി. ചേട്ടന്റെ ശരീരത്തിൽ നിന്നും ആ വിഷം പൂർണ്ണമായും നീങ്ങിയല്ലോ. അവൾക്ക് ആശ്വാസവും സന്തോഷവും തോന്നി. അവൾ ചേട്ടന്റെ കയ്യിൽ പിടിച്ചു. അത് കഴിഞ്ഞ് സംശുവാൻ ഷ്യാവാവയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അതിനകത്ത് നിറയെ തുഷാൻജിങ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ അവൾക്കയച്ച വൈനാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ സംശുവാൻ കഴിക്കുന്ന മയക്കുമരുന്നിന്റെ മറുമരുന്ന് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു ഷ്യാവാവ്. അതുകൊണ്ട് അവൾ മദ്യം കഴിക്കുന്നത് നിർത്തിയിരുന്നു. അതുകൊണ്ടാണ് സംശുവാൻ തുഷാൻജിങ് അയച്ച ഈ മദ്യമൊന്നും അവൾക്ക് കൊടുക്കാതിരുന്നത്. തുഷാൻജിങ് അയച്ച മദ്യം അവൾ തുറന്നു നോക്കി. ഓരോ പെട്ടിക്കുള്ളിലും 15 കുപ്പി മദ്യമുണ്ടല്ലോ. എന്താ ഈ 15-ന് ഇത്ര പ്രത്യേകത എന്ന് സംശുവാൻ ചോദിച്ചു. അവൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. തുഷാൻജിങ് ഷ്യാവാവയ്ക്കായി ചെൻട്രോങ് മലയിൽ കാത്തു നിൽക്കുകയാണ്. ഷ്യാവാവയും സംശുവാനും ചെൻട്രോങ്ങിൽ എത്തിയിട്ടുണ്ട്. ഷ്യാവാവ് തുഷാൻജിങ്ങിനടുത്തെത്തി. തുഷാൻജിങ്ങിന് ഒരു വെളുത്ത കുഞ്ഞു കുറുക്കനുണ്ട്. അവൻ സൃഷ്ടിച്ച ഒരു മായാരൂപം. അതാണ് ഷ്യാവാവയ്ക്ക് വഴി കാണിച്ചു കൊടുത്തത്. തുഷാൻജിങ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു വീടിന് മുന്നിലാണ്. പണ്ട് ചെൻട്രോങ്ങിന്റെ ചീച്ചൻ ഉണ്ടാക്കിയ വീടാണത്. ഷ്യാവാവ് ചീച്ചന്റെ മകളാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷേ തുഷാൻജിങ്ങിന് ഇത് ചീച്ചൻ ഉണ്ടാക്കിയ വീടാണെന്ന് അറിയില്ലായിരുന്നു. അവൻ ആ ചെൻട്രോങ് മലയിൽ ഒരു ഒഴിഞ്ഞ വീട് കണ്ടപ്പോൾ അത് വൃത്തിയാക്കിയെടുത്തതാണ്. ഇതേസമയം ചിഷുയ് ഫംഗ്ലോങ് സംശുവാനെ കാണാനായി ഇറങ്ങുകയാണ്. ആ സമയത്ത് ചെൻട്രോങ് ഷിന്യെ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ, സംശുവാനോട് ഇങ്ങനെ സ്ത്രീകളോടൊപ്പം ചുറ്റിക്കറങ്ങരുതെന്ന് പറയണേ. ഇത് കേട്ട് അവൻ ചോദിച്ചു, സംശുവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഷിന്യെ, നിനക്ക് നിന്നോട് മാത്രം താല്പര്യമുള്ള ഒരാളെയാണ് ആവശ്യമെങ്കിൽ നീ മറ്റാരെയെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. സംശുവാന്റെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകൾ എന്നത് അവന് വളരെ നിസ്സാരമാണ്. നീ അവനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്നെ മാത്രം സ്നേഹിച്ച് നിന്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരാളല്ല സംശുവാൻ. അവനോടൊപ്പം എപ്പോഴും ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇപ്പോഴവൻ ആ ആട്ടക്കാരികളോടൊപ്പം കാണിക്കുന്നത് വെറുമൊരു ഷോ ആണ്. പക്ഷേ ഭാവിയിൽ നിനക്ക് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നീ കാണേണ്ടി വരും. നീ സംശുവാനെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതല്ല, നിനക്ക് അവനെ വിവാഹം കഴിച്ചേ ഒക്കൂ എന്നാണെങ്കിൽ അവന്റെ പ്രകൃതം നീ സ്വീകരിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് അവൻ സംശുവാനെ കാണാൻ ചെൻട്രോങ് മലയിലെത്തി. ഫംഗ്ലോങ്ങും സംശുവാനും തമ്മിൽ ഒരു നല്ല കൂട്ടുകെട്ട് ഉടലെടുക്കുകയാണ്. ഇനി അങ്ങോട്ട് നിന്റെ വിജയത്തിലും പരാജയത്തിലും ഞാൻ നിന്നോടൊപ്പം നിൽക്കും എന്നവൻ സംശുവാനോട് പറഞ്ഞു. ഇനി നമ്മൾ തോളോട് തോൾ നിന്ന് പൊരുതും എന്ന് സംശുവാനും അവനോട് പ്രതിജ്ഞ ചെയ്തു. ഇപ്പോഴും ഷ്യാവാവയും തുഷാൻജിങ്ങും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തുഷാൻജിങ് ഷ്യാവാവയോട് പറഞ്ഞു, ഷ്യാവാവോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് കേട്ട് അവൾ നാണത്തോട് പറഞ്ഞു, എനിക്കും നിന്നെ ഇഷ്ടമാണ്. തുഷാൻജിങ്ങിന് ഇത് കേട്ട് വളരെ സന്തോഷമായി. നാണം കൊണ്ട് അവന്റെ ചെവിയൊക്കെ ചുവന്നു വന്നു. രാത്രിയായി. സംശുവാൻ തിരിച്ച് വീട്ടിലെത്തി. നോക്കിയപ്പോൾ ഷ്യാവാവ് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ഷ്യാവാവ് തിരിച്ചവിടെ എത്തിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. സംശുവാനാണെങ്കിൽ മുഖം വീർപ്പിച്ചവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല, സോറി എന്നവൾ പറഞ്ഞു. എന്നിട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പാവ പുറത്തെടുത്തു. ഇത് കണ്ടോ, തുഷാൻജിങ് ചേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ 9 വാലുകളുള്ള കുറുക്കന്റെ വാലിൽ നിന്നും ഉണ്ടാക്കിയതാണിത്. ഇതിന് ചേട്ടന്റെ രൂപം സ്വീകരിക്കാൻ കഴിയും. ആവശ്യമായ ഘട്ടത്തിൽ നമുക്കിതിനെ ചേട്ടന് പകരമായി നിർത്താൻ കഴിയും. എന്നിട്ടതവൾ അവന്റെ കയ്യിൽ കൊടുത്തു. സംശുവാന്റെ മുഖം അപ്പോഴും തെളിഞ്ഞിട്ടില്ല. ചേട്ടാ, ശരിയെന്ന് പറയ് ചേട്ടാ എന്ന് അവൾ പറഞ്ഞു. അവസാനം അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്നിട്ടവൻ ഷ്യാവാവയോട് പറഞ്ഞു, നിന്റെ കൂടെ അവൻ ചിങ്ഷയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ അപ്പോഴവൻ യേശിച്ചിയായിരുന്നു. എന്നാൽ അവനിപ്പോൾ യേശിച്ചിയല്ല, തുഷാൻജിങ് ആണ്. തുഷാനിന്റെ തമ്പുരാട്ടിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ തുഷാൻജിങ്ങിനെ പിൻഗാമിയായി പ്രഖ്യാപിക്കും. അവൻ ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഫങ്ഫങ് ഈങ്ങുമായി അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് 2 വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. അതുകൊണ്ട് വിവാഹത്തിൽ നിന്നും പിന്മാറുക എന്നത് അത്ര എളുപ്പമല്ല. ഷ്യാവാവോ, തുഷാൻജിങ് നിനക്കൊരിക്കലും യോജിച്ചവനല്ല. ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ ഇരിക്കുകയാണ് ഷ്യാവാവോ. സംശുവാൻ പറയുന്നതും ശരിയാണ്
വന്നല്ലോ. ഞാൻ നിനക്ക് ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഫങ്ഫങ് ബേയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്ന് പറഞ്ഞ് ഒരു കടലാസ് ചുരുൾ അവൻ ഷ്യാവ്യാവയ്ക്ക് കൊടുത്തു. അടുത്ത ദിവസം ഷ്യാവ്യാവയും സംശുവാനും ചെൻറോങ് മാളികയിലെത്തി. അവിടെ ചീഷെ ഫങ്ലോങ്ങിന്റെയും ചെൻറോങ് ഷിന്യയുടെയും പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. കുറച്ച് അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ അവർ ആഘോഷത്തിനായി ക്ഷണിച്ചിട്ടുള്ളൂ. അതിൽ തുഷാൻജിങ് ഉണ്ട്. തുഷാൻജിങ്ങിന്റെ ചേട്ടൻ തുഷാൻ ഹാവ്, ഫങ്ഫങ് ബേ, ഫങ്ഫങ് ഈയിങ് ഇവരെല്ലാം ഉണ്ട്. ഷ്യാവ്യാവയെ കണ്ട ഉടനെ തുഷാൻജിങ് സന്തോഷത്തോടെ എഴുന്നേറ്റു. ഫങ്ലോങ് ആണെങ്കിൽ അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അത് കണ്ട് ഷിന്യെ പറഞ്ഞു, ഷ്യാവ്യാവോ, ജിയിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിനക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ചേട്ടനോട് പറഞ്ഞാൽ മതി. ചേട്ടൻ നിന്നെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകും. ചേട്ടൻ സാധാരണയായി പെൺകുട്ടികളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് കേട്ട് ഈയിങ് ഷ്യാവ്യാവയുടെ അടുത്ത് വന്നു. ഷ്യാവ്യാവോ, നിനക്ക് വേണ്ടി ഒരാൾ കുറെ നേരമായി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവളെ ഫങ്ഫങ് ബേയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫങ്ഫങ് ബേയെ കണ്ടതും ഷ്യാവ്യാവോ ചോദിച്ചു, നീ എന്താ ഇവിടെ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവൾ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി. അത് കണ്ട് ഫങ്ഫങ് ഈയിങ് ഒന്ന് ചിരിച്ചു. ഇത് കണ്ട് ഷിന്യക്ക് ദേഷ്യം വന്നു. അവളൊരു വിധത്തിൽ ഷ്യാവ്യാവയെയും അവളുടെ ചേട്ടനെയും തമ്മിൽ സെറ്റാക്കാൻ നോക്കുകയായിരുന്നു. ചേട്ടാ, ഇങ്ങനെ മണ്ടനാവില്ലേ? ഇങ്ങനെ പോയാൽ മറ്റാരെങ്കിലും അവളെ കൊണ്ടുപോകും എന്ന് ഷിന്യ ചേട്ടനോട് പറഞ്ഞു. നീ എന്താണ് പറയുന്നത് എന്ന് ഫെങ്ലോങ് ഷിന്യയോട് ചോദിച്ചു. അത് കേട്ട് അവൾ തിരിഞ്ഞ് സംശുവാനോട് പറഞ്ഞു, ഷുവാൻ ചേട്ടൻ, എന്റെ ചേട്ടനെ ഒന്ന് സഹായിക്കണേ. സംശുവാൻ പറഞ്ഞു, ഞാൻ ഇവന് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഇവനെ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്നത് ഷ്യാവ്യാവയുടെ തീരുമാനമാണ്. അത് മതി എന്ന് ഷിന്യെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഷിന്യയും ഫെങ്ലോങ്ങും സംശുവാനും കൂടെ പുറത്തേക്കിറങ്ങി. അവിടെ കുറെ പാറകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിനിടയിലൂടെ ഒരു വഴിയുമുണ്ട്. അതിനകത്ത് കയറിയാൽ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കുക എളുപ്പമല്ല. അവരതിലൂടെ നടന്നു. അതിനിടയിൽ തുഷാൻജിങ് എവിടെ പോയി? ഞാൻ അവനെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും മാത്രം അവിടെയാക്കി ഫങ്ലോങ് അവിടെ നിന്ന് പോയി. ഫങ്ലോങ് പോയതും ഷിന്യെ സംശുവാനെ കെട്ടിപ്പിടിച്ച് അവന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചു. സംശുവാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കല്ലുപോലെ നിൽക്കുകയാണ്. അവൻ അങ്ങനത്തെ ഒരു ഇഷ്ടം ഷിന്യയോടില്ല. എന്നാൽ ഫങ്ലോങ്ങിനോടുള്ള ബന്ധം കാരണം അവളെ നിഷേധിക്കാനും കഴിയില്ല. ഈ സമയത്ത് സംശുവാന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെക്കുറിച്ച് ഹാവ്ലിംഗ് രാജാവിനോട് സംസാരിക്കുകയാണ് നിയാൻ. രാജാവ് അവളോട് പറഞ്ഞു, സംശുവാന് ഷിയാൻ തിരിച്ചുപിടിച്ച് അവിടുത്തെ രാജാവാവണം. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അവന് ലക്ഷ്യം നേടണമെങ്കിൽ ഒരുപാട് പേരുടെ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് അവരുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം അവൻ വിവാഹം കഴിക്കും. അങ്ങനെ അവൻ അവരുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കും. ഇത് കേട്ട് നിയാൻ പറഞ്ഞു, പക്ഷേ അച്ഛൻ അങ്ങനെയല്ലല്ലോ. അച്ഛന് അമ്മ മാത്രമല്ലേ ഉള്ളൂ. എന്റെ ആ പിടിവാശി കൊണ്ട് ഹാവ്ലിംഗ് അപകടത്തിലായില്ലേ? എന്റെ സഹോദരന്മാർ തന്നെ രാജ്യത്തിനെതിരെ തിരിഞ്ഞില്ലേ? ഏതെല്ലാം കുടുംബങ്ങളിൽ നിന്നും എനിക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. അതെല്ലാം ഞാൻ നിരസിച്ചതുകൊണ്ട് അവർ എന്റെ സഹോദരന്മാരോടൊപ്പം ചേർന്നില്ലേ? അതുകൊണ്ട് എന്തായി? നൂറ്റാണ്ടുകളോളമാണ് ഇവിടെ യുദ്ധം നടന്നത്. എത്ര പേർക്ക് അവരുടെ ജീവനും വീടും നഷ്ടമായി. ഞാൻ 100 വർഷങ്ങളോളം അവനെ പഠിപ്പിച്ചു. അവൻ എന്നേക്കാൾ നന്നായി രാജകാര്യങ്ങൾ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് രാജാവ് അവളോട് പറഞ്ഞു. ഈ സമയം ഷ്യാവ്യാവോ ഫങ്ഫങ് ബേയുടെ ജീവചരിത്രം ഷാങ്ലുവിനെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഫങ്ഫങ് ബേ ഫങ്ഫങ് കുടുംബത്തിലെ രണ്ടാമത്തെ പുത്രനാണ്. അവന്റെ അമ്മ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. ഇക്കാര്യം പറഞ്ഞ് പലരും അവനെ കളിയാക്കുമായിരുന്നു. ആ കളിയാക്കലുകൾ കാരണം അവൻ ഒരുപാട് ദുശ്ശീലങ്ങൾക്ക് അടിമയായി. അവസാനം കടം കയറി നിൽക്കക്കളിയില്ലാതെ അവൻ വടക്ക് ദേശത്തേക്ക് നാടുവിട്ടു. പിന്നെ 45 വർഷത്തേക്ക് അവനെപ്പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. അവൻ മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഒരു ദിവസം ഫങ്ഫങ് ബേ തിരിച്ചു വന്നു. അപ്പോഴേക്കും അവന്റെ അമ്മ അസുഖം വന്ന് കിടപ്പിലായിരുന്നു. അവരുടെ അവസാന കാലത്ത് ഫങ്ഫങ് ബേ അവരെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് തന്നെ സമാധാനമായാണ് അവർ മരിച്ചത്. ഇത് കണ്ട് എല്ലാവരും ഫങ്ഫങ് ബേയെ പുകഴ്ത്തി. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ് ഷ്യാവ്യാവ അവനോട് ചോദിച്ചു, അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഫങ്ഫങ് ബേ വടക്ക് ദേശത്ത് മരിച്ചുവല്ലേ? ഷാങ്ലു നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൻ വടക്ക് ദേശത്ത് മഞ്ഞു മൂടിയ ഒരു സ്ഥലത്തായിരുന്നു. അവിടെ മരണാസന്നനായ ഫങ്ഫങ് ബേ ഉണ്ട്. അവസാനമായി അവൻ ഷാങ്ലുവിനോട് ഒരു കാര്യം അഭ്യർത്ഥിച്ചു. എനിക്ക് പകരം നീ എന്റെ അമ്മയെ നോക്കണം. ഇനിയുള്ള കാലം എന്റെ അമ്മ സമാധാനമായി ജീവിക്കണം. ശരിയെന്ന് ഷാങ്ലി സമ്മതിച്ചു. ഷാങ്ലുവിനെ പോലൊരാൾ ഒരമ്മയെ ഇങ്ങനെ ശുശ്രൂഷിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അവൾ അവനോട് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഞാനാണ് ഭാഗ്യശാലി. ഞാൻ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന ഒരു ഭൂതമാണ്. ഞാൻ ഈ ലോകത്ത് വന്നതിന് ശേഷം എന്റെ അച്ഛനെയോ അമ്മയെയോ കണ്ടിട്ടില്ല. ഫങ്ഫങ് ബേ കാരണം എനിക്കൊരു അമ്മയെ കിട്ടി. കിടപ്പിലായിരുന്നെങ്കിലും ഒരമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോ ഇതാണോ നിന്റെ യഥാർത്ഥ മുഖം? നീ ഇടയ്ക്കിടയ്ക്ക് മുഖം മാറ്റുന്നതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതെ, എനിക്ക്
ഫങ്ഫങ് ബേയുടെ മുഖവുമായി നല്ല സാമ്യമുണ്ട്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നതിനിടയിൽ ഫങ്ഫങ് ബേയുടെ മുഖം പെട്ടെന്ന് മാറി. അവന്റെ മുഖത്ത് ദേഷ്യം വന്നു. ഇവന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നതെന്ന് ഷാവ്യാവയ്ക്കും പിടികിട്ടിയില്ല. പെട്ടെന്ന് അവൻ ഷാവ്യാവയെ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചു. നിന്റെ പിറകിൽ ആരോ വന്ന് നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ ഐസ് കൊണ്ടുള്ള ഒരു കത്തി ഷാവ്യാവയ്ക്ക് കൊടുത്തു. അവൾ ഉടനെ പിന്നിൽ ആരാണെന്ന് പോലും നോക്കാതെ ആയുധം അങ്ങോട്ടെറിഞ്ഞു. നോക്കിയപ്പോൾ അത് തുഷാൻജിങ് ആയിരുന്നു. അവൻ അത് കടന്നു പിടിച്ചു. ഫങ്ഫങ് ബേ അവളെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കി ദേഷ്യം കൊണ്ട് ഷാവ്യാവ അവിടെ നിന്ന് പോയി. തുഷാൻജിങ്ങും അവളെ പിന്തുടരാൻ ശ്രമിച്ചു. എന്നാൽ ഫങ്ഫങ് ബേ അവനെ തടഞ്ഞു. എന്റെ പെങ്ങൾ നിനക്കായി കാത്തു നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് പോ എന്നവൻ പറഞ്ഞു. ഈ സമയത്ത് ചീഷ്വേ ഫങ്ലോങ് ഒറ്റയ്ക്കിരുന്ന് ചെസ് കളിക്കുകയാണ്. ആ സമയത്ത് അവന്റെ അടുത്ത് ഷിന്നിയും സങ്ഷുവാനും എത്തി. അവരവിടെ ഇരുന്ന് കുറച്ചുനേരം സംസാരിച്ചിരുന്നു. അതിനിടയിൽ വിഷയം ചീച്ചനിലേക്ക് തിരിഞ്ഞു. ഷിന്നിയെ പറഞ്ഞു, ചീച്ചൻ ഒരു ദുഷ്ടനായിരുന്നു. എത്ര പേർക്കാണ് അവൻ കാരണം ജീവൻ നഷ്ടപ്പെട്ടത്. അത് കേട്ടുകൊണ്ടാണ് ഫങ്ഫങ് ബേയും ഷാവ്യാവും അവിടേക്ക് വരുന്നത്. അവൻ പറഞ്ഞു, ചീച്ചനെ കുറിച്ച് ചെൻറോങ് കുടുംബം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അത് കേട്ട് അതെന്താ എന്ന് ഷിന്നിയെ ദേഷ്യത്തോട് ചോദിച്ചു. അത് നീ നിന്റെ അച്ഛനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം നിനക്ക് പറഞ്ഞു തരും എന്ന് ഫങ്ഫങ് ബേ അവളോട് പറഞ്ഞു. അപ്പോഴേക്കും ഈങ് അവിടെ എത്തി. നിന്റെ ചേട്ടനോട് എന്നോട് മര്യാദക്ക് സംസാരിക്കാൻ പറയണം എന്ന് ഷിന്നിയെ ഈങ്ങിനോട് പറഞ്ഞു. അതിന് ഞാൻ ഇത്രയും വർഷങ്ങളായി തുഷാൻ കുടുംബത്തിലായിരുന്നില്ലേ, എനിക്കെങ്ങനെ ചേട്ടനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ഈങ് ചോദിച്ചു. ഇതും കൂടെ കേട്ടപ്പോൾ ഷിന്നിക്ക് നല്ല ദേഷ്യമായി. അതിന് നിന്റെ വിവാഹമൊന്നും ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ തന്നെ നീ തുഷാൻ കുടുംബത്തിന്റെ തമ്പുരാട്ടി ചമയണ്ട. ഇത് കണ്ട് ഫങ്ലോങ് ഉടനെ അവരുടെ ഇടയിലേക്ക് ഓടിയെത്തി. ഷിന്നിയയ്ക്കു വേണ്ടി അവൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചു. തുഷാൻജിങ് ആണെങ്കിൽ ഈങ്ങിനെതിരെ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. തുഷാൻജിങ് ഒന്നും പറയാത്തത് കണ്ട് ഷാവ്യാവ് വിഷമിച്ചു നിൽക്കുന്നത് സങ്ഷുവാൻ കണ്ടു. അവൻ അവളെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. തുഷാൻജിങ്ങിന്റെ മുത്തശ്ശി അവനെ വിളിപ്പിച്ചു. 3 മാസങ്ങൾ കഴിഞ്ഞാൽ നല്ലൊരു ദിവസമുണ്ട്. അന്ന് നിന്റെയും ഈങ്ങിന്റെയും വിവാഹം നടത്തണം. നിനക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിക്കാം. പക്ഷേ അതിനു മുമ്പ് ആദ്യം നീ ഈങ്ങിനെ വിവാഹം കഴിക്കണം. ഇത് കേട്ട് തുഷാൻജിങ് ഞെട്ടി. മുത്തശ്ശി എന്നെ ഇത്രയും കാലം പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലേ എന്നവൻ ചോദിച്ചു. നിനക്ക് ഈങ്ങിനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നീ അവളെ വിവാഹം കഴിച്ചോ. അവൾ ഇവിടെ കഴിഞ്ഞോളൂ. ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അതൊരിക്കലും നടക്കില്ല എന്നവൻ പറഞ്ഞു. ഞാൻ ജീവനോടെയുള്ള കാലം വരെ ഈങ്ങിന് പകരം മറ്റൊരുവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹമേ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് തുഷാൻജിങ് അവിടെ നിന്നും പോയി. അവൻ അവിടെ നിന്നും നേരെ ചെൻറോങ്ങിലേക്കാണ് പോയത്. അവിടെ എത്തി അവൻ സങ്ഷുവാനോട് പറഞ്ഞു, എനിക്ക് ഷാവ്യാവയെ ഒന്ന് കാണണം. അത് കേട്ട് സങ്ഷുവാൻ അവനോട് പറഞ്ഞു, നീ ഫങ്ലോങ്ങിന്റെ വീട്ടിൽ വെച്ച് പെരുമാറിയത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ ഫങ്ഫങ് ഈങ്ങുമായുള്ള വിവാഹത്തിൽ നിന്നും ആദ്യം പിന്മാറ്, അതിനുശേഷം ഷാവ്യാവയെ വന്ന് കണ്ടാൽ മതി എന്ന് സങ്ഷുവാൻ തറപ്പിച്ചു പറഞ്ഞു. ഈ സമയത്ത് ഷാവ്യാവ് ഫങ്ഫങ് ബേയോടൊപ്പമാണുള്ളത്. അവൻ അവളെ അമ്പെയ്ത്ത് പഠിപ്പിക്കുകയാണ്. അവളിപ്പോൾ നന്നായി അമ്പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് സ്വന്തമായി ഒരു അമ്പും വില്ലും വാങ്ങണം. അതിനായി ഫങ്ഫങ് ബേ ഷാവ്യാവയെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു കടയിലെത്തി. ഫങ്ഫങ് ബേയും ഷാവ്യാവയും അവർക്ക് വേണ്ട ഒരു അമ്പും വില്ലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തുഷാൻജിങ് ഒരു കഠാര വാങ്ങാനായി അവിടേക്ക് വരുന്നത്. പിറകെ ഈങ്ങുമുണ്ട്. അവൻ അവിടെ എത്തതും ഷാവ്യാവയും ഫങ്ഫങ് ബേയും അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടു. അത് കണ്ടതും ഈങ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ചേട്ടൻ ഷാവ്യാവയെ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നുണ്ടോ എന്നവൾ ഫങ്ഫങ് ബേയോട് ചോദിച്ചു. ഫങ്ഫങ് ബേ എന്നെ കുറെ കാലമായി അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഒരു അമ്പും വില്ലും വാങ്ങാനായി അവൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ഷാവ്യാവ അവളുടെ കയ്യിലുള്ള അമ്പെടുത്ത് ഈങ്ങിന്റെ കയ്യിൽ കൊടുത്തു. നിനക്ക് അമ്പെയ്ത്തിൽ നല്ല പ്രാവീണ്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിതുവരെ നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ഷാവ്യാവ അവളോട് ചോദിച്ചു. അത് കേട്ട് ഈങ് മുന്നിലുള്ള നോക്കിക്കുത്തിക്ക് നേരെ ഉന്നം പിടിച്ചു. എന്നിട്ട് അതിന്റെ കണ്ണുകളിലേക്കും തൊണ്ടയിലേക്കും നിഷ്പ്രയാസം അമ്പുകൾ അയച്ചു. അണുവിട തെറ്റാതെ ആ അമ്പുകൾ കൃത്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. സത്യത്തിൽ സങ്ഷുവാനെ ഫങ്ഫങ് കുടുംബത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഷാവ്യാവ് അമ്പെയ്ത്ത് പഠിച്ചു തുടങ്ങിയത് തന്നെ. എന്നാൽ ഈങ്ങിന്റെ കഴിവും കൂടെ കണ്ടപ്പോൾ അവൾ അവരുടെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ലെന്ന് ഷാവ്യാവയ്ക്ക് മനസ്സിലായി. തുഷാൻജിങ് വളരെ ഭാഗ്യവാനാണ്. ഇത്രയും കഴിവുള്ള കുട്ടിയെയല്ലേ അവന് കിട്ടിയത് എന്ന് ഷാവ്യാവ് പറഞ്ഞു. തക്കം കിട്ടുമ്പോഴെല്ലാം ഷാവ്യാവ് തുഷാൻജിങ്ങിനെ വാക്കുകൾ കൊണ്ട് കുത്തുകയാണ്.
അത് കഴിഞ്ഞ് അവരവരുടെ ആയുധങ്ങളും വാങ്ങി തിരിച്ചുപോയി. വീട്ടിലെത്തിയതും ഷ്യാവ്യാവ് പുതിയൊരു വിഷത്തിന്റെ പണി തുടങ്ങി. അവളുടെ അടുത്ത് തുഷാൻജിങ്ങിന്റെ കുഞ്ഞിക്കുറുക്കൻ വന്ന് നിൽക്കുന്നുണ്ട്. തുഷാൻജിങ്ങിന് ഷ്യാവ്യാവയെ ഒന്ന് കാണണം. അതിനായി തുഷാൻജിങ് അവളെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാനാണ് അത് വന്നത്. പക്ഷേ ഷ്യാവ്യാവ് അവനെ മൈൻഡ് ചെയ്യുന്നതേയില്ല. ഷ്യാവ്യാവ് ഉണ്ടാക്കിയ പുതിയ വിഷവുമായി ഫങ്ഫങ് ബേയുടെ അടുത്തെത്തി. അവൾക്ക് ഫങ്ഫങ് ബേയെ ഇഷ്ടമാണ്. എന്നാൽ അവൻ എപ്പോഴെങ്കിലും ഷാങ്ലിയുമായി മാറുമോ എന്ന ഭയവുമുണ്ട്. അവൾ കൊടുത്ത വിഷം മുഴുവനും ഫങ്ഫങ് ബേ എടുത്ത് കഴിച്ചു. എപ്പോഴത്തെയും പോലെ ഇത്തവണയും വിഷം ഏറ്റില്ല. എന്നെ ഇനിയും അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നത് തുടരുമോ എന്നവൾ അവനോട് ചോദിച്ചു. ഞാൻ ഇവിടെ നിന്നും കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നവൻ അവളോട് പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അവൾ തുഷാൻ ഹാവിനടുത്താണുള്ളത്. അവൾ പറഞ്ഞു, ഹാവ്, എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. നീ എത്രയും പെട്ടെന്ന് തുഷാൻജിങ്ങിനെ കൊല്ലണം. അന്ന് രാത്രി തുഷാൻജിങ് സഞ്ചരിച്ചിരുന്ന കുതിരവണ്ടിയെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചു. തുഷാൻജിങ്ങിന്റെ ആളുകൾ അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അതിലൊരാൾ ഒരു കുന്തമെടുത്ത് ആ കുതിരവണ്ടിയുടെ നേർക്കെറിഞ്ഞു. അത് തുഷാൻജിങ്ങിന്റെ നെഞ്ചിൽ തുളച്ചു കയറി. ഈ സമയത്തും തുഷാൻജിങ്ങിന്റെ കുഞ്ഞിക്കുറുക്കൻ ഷ്യാവ്യാവയുടെ അടുത്തുണ്ട്. തുഷാൻജിങ്ങിന്റെ ആത്മീയ ശക്തി കൊണ്ടാണ് ആ മായാരൂപത്തെ അവിടെ നിർത്തിയിരിക്കുന്നത്. ആ സമയത്താണ് സങ്ഷുവാൻ തുഷാൻജിങ്ങിന് മുറിവേറ്റിരിക്കുന്ന കാര്യം ഷ്യാവ്യാവയെ വന്ന് അറിയിക്കുന്നത്. ഉടനെ ഷ്യാവ്യാവ അവിടുന്ന് ചെൻറോങ് മലയിലേക്ക് ഓടി. കാരണം തുഷാൻജിങ് അവിടെയാണുള്ളതെന്ന് അവൾക്കറിയാം. അവളും സങ്ഷുവാനും കൂടെ ചെൻറോങ് മലയിലെത്തി. നോക്കിയപ്പോൾ തുഷാൻജിങ് അവിടെ തന്നെയുണ്ട്. തുഷാൻജിങ്ങിനെ ജീവനോടെ കണ്ട് ഷ്യാവ്യാവയ്ക്ക് ആശ്വാസമായി. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. സങ്ഷുവാന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസം മുതൽ തുഷാൻജിങ് ഷ്യാവ്യാവയ്ക്ക് വേണ്ടി ആ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ്. മുറിവേറ്റത് അവന്റെ മായാരൂപത്തിനാണ്. ഷ്യാവ്യാവോ സങ്ഷുവാനോട് പറഞ്ഞു, ചേട്ടാ, എനിക്ക് തുഷാൻജിങ്ങിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അത് കേട്ട് സങ്ഷുവാൻ അവിടെ നിന്നും പോയി. സങ്ഷുവാൻ പോയി കഴിഞ്ഞപ്പോൾ തുഷാൻജിങ് അവളോട് പറഞ്ഞു, ഞാൻ ഈങ്ങുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് മുത്തശ്ശിയോട് പറഞ്ഞതാണ്. പക്ഷേ മുത്തശ്ശി അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ ഈങ്ങിനെ ആദ്യം വിവാഹം കഴിക്കണമെന്നാണ് മുത്തശ്ശി പറയുന്നത്. അത് കേട്ട് ഷ്യാവ്യാവ് ദേഷ്യം വന്ന് തിരിഞ്ഞു നിന്നു. അവൾക്കത് സമ്മതമായിരുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിന് നിന്നുകൊടുക്കില്ല. നീ എനിക്ക് കുറച്ചു സമയം കൂടെ തരണം. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അവൾ പറഞ്ഞു, ഞാൻ 15 വർഷം നിന്നെ കാത്തിരിക്കാമെന്ന് നിനക്ക് വാക്ക് തന്നതാണ്. അതുവരെ ഞാൻ എന്തായാലും കാത്തിരിക്കും. നീ ഇപ്പോൾ വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന കാര്യം ആരോടും പറയണ്ട. നീ ആദ്യം നിന്റെ സുരക്ഷ നോക്കണം. പിന്നെ കാണിക്കുന്നത് തുഷാൻ കുടുംബമാണ്. മുറിവേറ്റി കിടക്കുന്ന തുഷാൻജിങ്ങിനടുത്ത് അവന്റെ മുത്തശ്ശിയുണ്ട്. അവിടെ നിൽക്കുകയായിരുന്ന തുഷാൻ ഹാവിന് ഇത് തുഷാൻജിങ്ങിന്റെ മായാരൂപമാണെന്ന് പിടികിട്ടി കഴിഞ്ഞിരുന്നു. അവനാണ് ഈങ്ങിന്റെ വാക്ക് കേട്ട് തുഷാൻജിങ്ങിനെ കൊല്ലാൻ ആളെ അയച്ചത്. തുഷാൻ ഹാവ് വേഗം ഈങ്ങിനടുത്തെത്തി. തുഷാൻജിങ് ഉടനെ മരിക്കുമെന്ന സന്തോഷത്തിലിരിക്കുകയാണവൾ. അവിടെ മുറിവേറ്റി കിടക്കുന്നത് തുഷാൻജിങ് അല്ല, മറിച്ച് അവന്റെ മായാരൂപമാണ് എന്ന് തുഷാൻ ഹാവ് അവളോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും യഥാർത്ഥ തുഷാൻജിങ് തുഷാൻ വീട്ടിലെത്തി. തുഷാൻജിങ്ങിനെ കണ്ട് അവന്റെ മുത്തശ്ശിക്ക് ആശ്വാസമായി. അതിനുശേഷമുള്ള ദിവസങ്ങൾ തുഷാൻജിങ്ങിനെ ആക്രമിച്ചവരെ അവന്റെ ആളുകൾ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ തുഷാൻ ഹാവിനോട് കൂറുണ്ടായിരുന്ന എല്ലാവരെയും അവർ തുടച്ചുമാറ്റി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ചിഷോയ് ഫങ്ലോങ് സങ്ഷുവാനെ കാണാനെത്തി. തുഷാൻജിങ് തുഷാൻ ഹാവിന്റെ ആളുകളെയെല്ലാം അടിച്ചമർത്തിയ കാര്യം ഫങ്ലോങ് സങ്ഷുവാനെ അറിയിച്ചു. അതിനുശേഷം അവൻ സങ്ഷുവാനോട് ഒരു അഭ്യർത്ഥന നടത്തി. എനിക്ക് ഷ്യാവ്യാവയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തരണം. ശരി എന്ന് സങ്ഷുവാൻ സമ്മതിച്ചു. അടുത്ത ദിവസം സങ്ഷുവാൻ ഷ്യാവ്യാവയോട് പറഞ്ഞു, നീ ഒന്ന് ഫെങ്ലോങ്ങിനെ കാണാൻ പോണം. എന്താ, എന്നെക്കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കാനാണോ ചേട്ടൻ ശ്രമിക്കുന്നത് എന്ന് ഷ്യാവ്യാവോ അവനോട് ചോദിച്ചു. ഞാനെന്ത് കരുതുന്നു എന്ന് നീ നോക്കണ്ട. പക്ഷേ അതെന്തുകൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തുഷാൻജിങ്ങിന്റെ വിവാഹം നിശ്ചയിച്ചു വെച്ചതാണ്. ഫങ്ഫങ് ബേ ആണെങ്കിൽ ഒരു പ്ലേ ബോയ് ആണ്. അവൻ ഒരുപാട് സ്ത്രീകളെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ വെറുതെ അവരോടൊപ്പം ചുറ്റിത്തിരിയുകയുള്ളൂ. ആരെയും അവൻ വിവാഹം കഴിക്കില്ല. അവർ രണ്ടുപേരെയും വെച്ച് നോക്കിയാൽ ഫെങ്ലോങ് എത്രയോ നല്ലവനാണ്. അവന് നല്ല കഴിവുണ്ട്. അവന്റെ കുടുംബവും വളരെ നല്ലതാണ്. മറ്റൊരു സ്ത്രീയുമായും അവന് അടുപ്പവുമില്ല. ഇത് കേട്ട് ഷ്യാവ്യാവ് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ എന്നെ തല്ലരുത്. ഫങ്ലോങ്ങിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ചേട്ടനെ പോലെയാണ്. എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് കണക്ക് കൂട്ടും. അവൻ എന്നെ കാണണമെന്ന് പറയുന്നത് എന്നോട് ഇഷ്ടം തോന്നിയിട്ടൊന്നുമല്ല. അവൻ ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി ഞാനാണ്. ചിഷുയ് കുടുംബത്തിനൊത്തുള്ള നിലയും വിലയും ഉള്ളതുകൊണ്ടാണ് അവൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്. അവൻ എന്നെ പോലെ ആയതുകൊണ്ടാണോ നീ അവനെ സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ച് സങ്ഷുവാൻ അവളെ
തല്ലാൻ പോയി. ആ ചേട്ടനെന്നെ തല്ലില്ലെന്ന് പറഞ്ഞതാണേ എന്ന് അവളും പറഞ്ഞു. നീ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ അവന് നിന്നോട് ഇഷ്ടമില്ല എന്ന് പറയാൻ കഴിയില്ല. അവനെ വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്. എനിക്ക് വേണ്ടി നീ അവനെ പോയി ഒന്ന് കാണണം. ശരി, ചേട്ടന് വേണ്ടി ഞാൻ അവനെ കാണാൻ പോവാം. അത് കേട്ട് സങ്ഷുവാൻ പറഞ്ഞു, എനിക്കവനെ ആവശ്യമുള്ളത്ര തന്നെ അവനും എന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിനക്ക് ശരിക്കും അവനെ ഇഷ്ടമല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്മാറാം. പക്ഷേ അവൻ വളരെ നല്ലവനാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവനെ ഒന്ന് പോയി കാണാൻ പറയുന്നത്. തുഷാൻജിങ്ങിനേക്കാൾ നല്ല ഒരാളെ നീ അർഹിക്കുന്നുണ്ട്. ശരി, ഞാനൊരു സുഹൃത്തായി അവനെ ചെന്ന് കാണാം എന്നവൾ പറഞ്ഞു. അടുത്ത ദിവസം ഷിന്യെ ഷ്യാവ്യാവയെ ജിയിലേക്ക് ക്ഷണിച്ചു. അവളുടെ ക്ഷണം സ്വീകരിച്ച് ഷ്യാവ്യാവ അവിടെ എത്തി. ഷ്യാവ്യാവ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ് ചീഷ്വി ഫംഗ്ലോങ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അവൻ അവൾക്കായി സമ്മാനവും കരുതി വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ 2 കൊട്ട പഴങ്ങൾ. ആ സമ്മാനങ്ങൾ കണ്ട് ഷിന്യെ തലയിൽ കൈവച്ചുപോയി. അവൾ ചേട്ടനെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഷ്യാവ്യാവോ ഹാവ്ലിങ്ങിന്റെ വലിയ രാജകുമാരിയാണ്. എന്നിട്ടിതാണോ സമ്മാനമായി കൊടുക്കുന്നത്? അവൾക്ക് ആ പഴങ്ങൾ വലിയ ഇഷ്ടമല്ലേ? അതുകൊണ്ടാണ് ഞാനത് സമ്മാനമായി കൊണ്ടുവന്നത് എന്ന് അവൻ പറഞ്ഞു. ചേട്ടന് ഇങ്ങനത്തെ സമ്മാനമാണ് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഈ ജന്മം ചേട്ടന്റെ വിവാഹം നടക്കില്ല. ഷ്യാവ്യാവയ്ക്ക് കുറച്ചുകൂടി വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് കൊടുക്കേണ്ടത്. ആ മനസ്സിലായി, ഇപ്പൊ ശരിയാക്കി തരാം എന്നവൻ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പകിട കളിക്കുന്നു. അവിടെ ഒരുപാട് കുടങ്ങളിൽ നിറയെ മദ്യവും കൊണ്ടുവച്ചിട്ടുണ്ട്. ഓരോ തവണയും ആരാണോ തോൽക്കുന്നത് അവർ ഒരു പാത്രം നിറയെ മദ്യം കഴിക്കണം. ഷിന്യയ്ക്ക് ഇത് കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തോന്നി. ഇതാണോ ചേട്ടൻ കൊടുത്ത സമ്മാനം? നീയല്ലേ പറഞ്ഞ് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കണമെന്ന്? ആ മദ്യത്തിന് നല്ല വിലയുണ്ട് എന്ന് ഫംഗ്ലോങ് പറഞ്ഞു. ഷ്യാവ്യാവോ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട്. പണ്ട് അവളൊരു പുരുഷനായിരുന്നല്ലോ. ആ കാലത്ത് അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചത്. ഷിന്യെ വീണ്ടും ചേട്ടനെ ഒരു മൂലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇനി ചേട്ടൻ അവൾക്ക് ഒരു സമ്മാനവും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അവൾ ഷ്യാവ്യാവയെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ നിറയെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം അവൾ ഷ്യാവ്യാവയ്ക്ക് കൊടുത്തു. ഇതിനിടയിൽ ഷ്യാവ്യാവ അവളോട് ചോദിച്ചു, നിന്റെ അച്ഛൻ ഷിയിലാണ് ജീവിച്ചത്. നിന്റെ ചേട്ടൻ വളർന്നത് ചീഷ്വയിലും. നീയും നിന്റെ അമ്മയും ഷിയാനിലുമായിരുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ പലയിടത്തായി പോയത്? ഷിന്യെ പറഞ്ഞു, എന്റെ അച്ഛൻ ചെൻറോങ് കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. രാജാവ് തന്നെയാണ് അച്ഛനെ ഈ സമതല പ്രദേശങ്ങളുടെ ചുമതല ഏൽപ്പിച്ചത്. എന്നാലും രാജാവിന് അച്ഛനെ സംശയമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെയും അമ്മയെയും ഷിയാനിൽ പിടിച്ചുവെച്ചത്. കുറെ കാലത്തിനു ശേഷം രാജാവിന്റെ സംശയം മാറിയതിനു ശേഷം മാത്രമാണ് എന്നെയും അമ്മയെയും സ്വതന്ത്രരാക്കിയത്. ഞാൻ ഷിയാനിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അവിടെ നിന്ന് പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാതിരുന്നത്. അത് സാരമില്ല, നമ്മളിപ്പോൾ കണ്ടുമുട്ടിയല്ലോ, നമുക്കിനി നല്ല സുഹൃത്തുക്കളാവാം എന്ന് ഷിന്യെ ഷ്യാവ്യാവോട് പറഞ്ഞു. ഈ സമയം ഫംഗ്ലോങ്ങും സങ്ഷുവാനും കൂടെ ഒരു രഹസ്യ സൈന്യത്തെ രൂപീകരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ പണവും നൽകുന്നത് തുഷാൻജിങ് ആണ്. സങ്ഷുവാന് വേണ്ടി തന്നെയാണ് തുഷാൻജിങ് ആ പണം ഫംഗ്ലോങ്ങിനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ അതെന്തിനു വേണ്ടിയാണെന്ന് തുഷാൻജിങ്ങിന് അറിയില്ല. അന്ന് വൈകിട്ട് തുഷാൻജിങ്ങും ജിയിലെത്തി. ഇത്തവണ ഈങ് അവനോടൊപ്പമില്ല. കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നത്തിന് ശേഷം ഈങ്ങും ഷിന്യയും തമ്മിൽ അത്ര രസത്തിലല്ല. അവരെല്ലാവരും സമയം ചിലവഴിക്കാനായി ഒത്തുകൂടി. ഉടനെ ഷ്യാവ്യാവയെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായി ഫംഗ്ലോങ് അവന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ തുടങ്ങി. തീഗോളങ്ങൾ കൊണ്ട് അമ്മാനമാടുക, അതാണ് ഷ്യാവ്യാവയുടെ മുന്നിൽ അവൻ പ്രദർശിപ്പിക്കുന്ന കഴിവ്. ഈ ചേട്ടനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നതുപോലെ ഷിന്യെ കണ്ണുപൊത്തിയിരുന്നു. അവസാനം ആ തീഗോളങ്ങളെല്ലാം ചേർത്ത് ഒരു വലിയ ഗോളമാക്കി അവനത് ഷ്യാവ്യാവയുടെ നേർക്കയച്ചു. ഷ്യാവ്യാവയ്ക്ക് ആത്മീയശക്തിയില്ല എന്നത് ഫംഗ്ലോങ് ഓർത്തിരുന്നില്ല. എന്നാൽ അത് കണ്ട ഉടനെ തുഷാൻജിങ് അവന്റെ ആത്മീയശക്തി ഉപയോഗിച്ച് അതിനെ തകർത്തു കളഞ്ഞു. അത് ചിതറി 1000 തീപ്പൊരികളായി അവരുടെയും ഫംഗ്ലോങ്ങിന്റെയും ഇടയിൽ ഒരു മറ സൃഷ്ടിച്ചു. ഇത് കണ്ട ഉടനെ ഷ്യാവ്യാവോ തുഷാൻജിങ്ങിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. തുഷാൻജിങ് അത് പ്രതീക്ഷിച്ചേയിരുന്നില്ല. ഷ്യാവ്യാവോ കൈവിട്ടപ്പോൾ അവൻ മറിഞ്ഞു വീണുപോയി. അപ്പോഴേക്കും തീപ്പൊരികൾ അടങ്ങിയിരുന്നു. ചേട്ടന് എന്ത് പണിയായി കാണിച്ച്? ഷ്യാവ്യാവയ്ക്ക് ആത്മീയശക്തിയില്ലെന്നറിയില്ലേ? ക്ഷമിക്കണം, ഞാനത് ഓർത്തില്ല, അടുത്ത തവണ ശ്രദ്ധിച്ചോളാം എന്നവൻ പറഞ്ഞു. അടുത്ത ദിവസം ഷിന്യയും ഷ്യാവ്യാവയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഷിന്യെ തുഷാൻജിങ്ങിന്റെ കഥകൾ പറയാൻ തുടങ്ങി. ജിങ് ചേട്ടന് സംഗീതത്തിൽ നല്ല കഴിവായിരുന്നു. എന്റെ ചേട്ടന് പോലും ജിങ് ചേട്ടന്റെ 7 അയലത്തെത്താൻ കഴിയില്ല. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജിങ് ചേട്ടനെ ഒരു ദിവസം കാണാതെയായി. പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും ചേട്ടൻ ആകെ മാറിയിരുന്നു. അസുഖം ബാധിച്ച് ഒരു കാൽ പകുതി തളർന്നുപോയി. ജിങ് ചേട്ടന് കൈകൾ ഉപയോഗിച്ച് സംഗീതം വായിക്കാൻ പോലും പറ്റാതെയായി. അദ്ദേഹത്തിന്റെ ആത്മീയശക്തിയും പകുതിയായി. എല്ലാവരേക്കാൾ ഉയരത്തിലായിരുന്ന ജിങ് ചേട്ടൻ ഒന്നുമല്ലാതെ ആയിപ്പോയി. ഇതേസമയം
ചീച്ചു ഫെങ്ലോങ്ങും തുഷാൻജിങ്ങും തമ്മിൽ സംസാരിക്കുകയാണ്. ഫെങ്ലോങ് ചോദിച്ചു, ജിങ്, നിനക്കെന്ത് തോന്നുന്നു? ഷാവ്യാവയ്ക്ക് എന്നെ ഇഷ്ടമാണോ? അവൾക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് തുഷാൻജിങ് പറഞ്ഞു. പിന്നെ അവൾക്കെന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവളോട് കുറച്ചുകൂടി അടുത്ത് പെരുമാറട്ടെ എന്ന് അവൻ ചോദിച്ചു. അത് കേട്ട് തുഷാൻജിങ് പറഞ്ഞു, വേണ്ട, അവളോട് നല്ല ബഹുമാനത്തോടുകൂടി വേണം പെരുമാറാൻ. ശരി, ഞാൻ ആ ഫെങ്ഫെങ്ബിയെ പോലെ അല്ല എന്ന് അവൾ മനസ്സിലാക്കുമല്ലോ എന്ന് ഫെങ്ലോങ്ങും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഷാവ്യാവ് തുഷാൻജിങ്ങിന്റെ മുറിയിലെത്തി. ഞാൻ നിന്റെ കാലൊന്ന് പരിശോധിക്കട്ടെ എന്നവൾ ചോദിച്ചു. അവൻ സമ്മതിച്ചു. അവൾ അവന്റെ കാലിന് മുകളിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റി. പണ്ടത്തെ മുറിവിന്റെ പാടുകളെല്ലാം ഇപ്പോഴും അവന്റെ കാൽമുട്ടിലുണ്ട്. പണ്ട് നമ്മൾ രണ്ടുപേരുടെയും കയ്യിൽ വേണ്ടത്ര പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിന് കൂടുതൽ ചികിത്സ ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ ചികിത്സിച്ചു നോക്കാം. ഇത് മുഴുവനായി മാറുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് ഷാവ്യാവ് പറഞ്ഞു. ഇതിങ്ങനെ കാണുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് തുഷാൻജിങ് അവളോട് ചോദിച്ചു. ഉടനെ ഷാവ്യാവ് അവന്റെ കാൽമുട്ടിലെ പാടുകളിൽ ഉമ്മ വെച്ചു. എനിക്കിത് കണ്ടിട്ട് എന്തോ പോലെയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൾ ചോദിച്ചു. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കും പ്രശ്നമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് തുഷാൻജിങ് പറഞ്ഞു. അതല്ല, മറ്റുള്ളവർ ഇതൊരു പ്രശ്നമായി കണ്ട് നിന്നെ വില കുറച്ച് കാണരുത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് ഷാവ്യാവ് പറഞ്ഞു. നിനക്കെന്നെ ഇങ്ങനെ ഇഷ്ടമാണല്ലോ, അത് മതി, മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് എനിക്ക് കാര്യമല്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ചുംബിച്ചു. പണ്ട് ഡ്രാഗൺ ജയിലിന് മുന്നിൽ വെച്ച് തുഷാൻജിങ് അവളോട് മനസ്സിൽ പറഞ്ഞിരുന്നു, നീ എന്നെ എപ്പോഴാണോ സഹതാപത്തിന് പകരം സ്നേഹത്തോടെ നോക്കുന്നത് അന്ന് ഞാൻ നിന്നെ ചുംബിക്കും. ഷാവ്യാവയ്ക്ക് അവനോട് യഥാർത്ഥ സ്നേഹമാണെന്ന് അവനിപ്പോൾ 100% ഉറപ്പായി. ലാസ്റ്റ് യു ഫോർ എവറിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.